CPM-നെതിരെ പ്രതിപക്ഷമുയർത്തിയ ഡീൽ ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. CPM-ന് വോട്ട് ചെയ്യുന്നത് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും CPM-നെ ജയിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും BJP ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്താത്തതെന്നും ഖാർഗെ പറഞ്ഞു. There is a secret understanding between CPIM and BJP in Kerala, and it has a name, Communist Janata Party. Look at what NDA is doing here in Kerala, where they know they cannot win. BJP is fielding weak candidates, especially to help LDF. They are not trying to win. They are trying to help LDF win. Every vote for BJP is vote gifted to LDF. കേരളത്തിൽ CPM BJP കൂട്ടുകെട്ടെന്ന് രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. പിണറായി വിജയൻ ED ചോദ്യം ചെയ്യാത്തത് ഈ കൂട്ടുകെട്ട് മൂലമാണ്. പിണറായിക്കെതിരായ അഴിമതി കേസുകളിൽ എന്തുകൊണ്ട് നടപടിയില്ലെന്നും രാഹുൽ. And the policies of the LDF simply cannot be differentiated from the policies of the BJP. Why does the BJP not attack the Chief Minister of Kerala? Why are the corruption cases against the Chief Minister not going anywhere? This is the best proof of collusion between the BJP and the LDF. കോഴിക്കോട് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. സരീഷ് PK നൽകും കോഴിക്കോട് നിന്നും വിവരങ്ങൾ. സരീഷ്, അങ്ങനെ പ്രതിപക്ഷമുയർത്തിയ ഡീൽ ആരോപണം അത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടി ഏറ്റെടുക്കുകയാണ്, അത് സാധൂകരിക്കുകയാണ്. ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പരാമർശങ്ങൾ അവർ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമിക്കുകയാണ് CPM-നെ BJP കൂട്ടുകെട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇന്ന് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വിശദമായി? പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഡീൽ ആരോപണം അത് ദേശീയ നേതാക്കളും അംഗീകരിക്കുന്നു. അതുതന്നെയാണ് എല്ലാ വേദികളിലും ഉയർത്തിക്കാട്ടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രസംഗങ്ങൾ. ആദ്യം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ CJP ആണ് ഉള്ളത് എന്നുള്ളതാണ്. CJP എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതലായി പല മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് CPIM-ഉം അതോടൊപ്പം തന്നെ BJP-യും ധാരണയുണ്ട്. അതൊരു രഹസ്യ ധാരണയാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. CPM-ന് ജയിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ LDF-ന് ജയിക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള മണ്ഡലങ്ങളിൽ അത്തരത്തിൽ ഏതെങ്കിലും BJP-ക്ക് വോട്ട് ചെയ്യുക. ഇനി BJP-ക്കാണ് സ്വാധീനമുള്ളത് എങ്കിൽ അവിടെ CPM സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ CPM-ന് അധികം വോട്ട് ലഭിക്കാത്ത ആളുകളെ നിർത്തുക. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി കേരളത്തിൽ ഇത് മാറിയിട്ടുണ്ട് എന്നൊരാക്ഷേപമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം സംസാരിച്ച രാഹുൽ ഗാന്ധിയും സമാനമായ ആരോപണം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ ഇവർ തമ്മിലുള്ള ഡീല് പ്രത്യക്ഷമാണ്. പ്രത്യേകിച്ച് CPM-ഉം ഒപ്പം തന്നെ BJP-യും തമ്മിലുള്ള ഡീല് പ്രത്യക്ഷമാണ്. തന്നെ അഴിമതി കേസുകളിൽ പോലും ആ ഡീല് വ്യക്തമാകുന്നുണ്ട്. കാരണം ED-യുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത കേസുകളിൽ, അതായത് 5 ദിവസം തന്നെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് അടിസ്ഥാനം അല്ലെങ്കിൽ പരാതിക്ക് പോലും അടിസ്ഥാനമില്ലാത്ത ഒരു പരാതിയിലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ 5 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തത്. പക്ഷേ പിണറായി വിജയൻ പ്രതിയായ അഴിമതി കേസിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് എന്ന് വ്യക്തമാകുന്നതാണ് ഈ സാഹചര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ആരോപണങ്ങൾ ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ CPM-നോ BJP-ക്കോ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ പരസ്പരം പറയുകയോ അല്ലെങ്കിൽ പരസ്പരം പഴിചാരുകയോ ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എപ്പോഴും കോൺഗ്രസിനെതിരായി പരാമർശങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ BJP-യുടെ കേന്ദ്ര സർക്കാരിനെതിരെയോ മോദിക്കെതിരെയോ ഒന്നും തന്നെ പറയുന്നില്ല. മോദി 2 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും നൽകുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിന് ഒന്നും ലഭിച്ചിട്ടില്ല. അത് ചോദിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറാകുന്നില്ല? വികസനത്തിന് പണം നൽകാത്ത കാര്യം എന്തുകൊണ്ട് ചോദിക്കാൻ തയ്യാറാകുന്നില്ല? ഏതായാലും ഈ ഡീൽ ആരോപണം കോൺഗ്രസ് ദേശീയ നേതാക്കൾ കൂടി ഏറ്റെടുക്കുകയാണ്. അതാണ് ഇന്ന് ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. സരീഷ് PK-യാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.